അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലവ് ബേഡുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ലവ് ബേഡ്സിനെ പറ്റിയിട്ട് നമ്മൾ വളർത്തി വന്ന നമ്മൾ 5-6 കൊല്ലം കൊണ്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പ് ആൻഡ് ടിപ്സാണിത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ലവ് ബേഡ്സിനെ ബ്രീഡ് ചെയ്യിക്കാം, നല്ല ഹെൽത്ത്ഫുള്ളായിട്ടുള്ള കുഞ്ഞുങ്ങളെങ്ങനെ കിട്ടും, ഇടുന്ന മുട്ടകളെല്ലാം എങ്ങനെ വിരിയിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് വീഡിയോ. അപ്പം വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോയിലുള്ള എല്ലാം വേണ്ടുന്ന കണ്ടൻറ്റുകൾ മാത്രമാണ്, മറ്റുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ ബേഡുകളും, ഒട്ടുമിക്ക ബേഡുകളും നമ്മളടുത്ത് ഇണങ്ങിയവയാണ്. നമ്മൾ ഈ തുളസി ഇല പോലുള്ളവ എപ്പോഴും കൊടുത്ത് അവയ്ക്ക് നമ്മളുള്ള പേടി മാറിയിട്ട് തന്നെയാണ് നമ്മളടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഒരു ബേഡും ഒരു സുപ്രഭാതത്തിലും ആരുമായിട്ട് ഇണങ്ങിയ ചരിത്രമില്ല. നമ്മൾ 1-2 ആഴ്ച അതിൻ്റെ അടുത്ത് പോയിന്ന് അതിനിങ്ങനെയുള്ള ഫുഡുകൾ, അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മളവിടെ ഇണങ്ങും. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബേഡുമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. തുളസിയില കൊടുക്കുന്ന വഴി മറ്റൊരു ഗുണം, അതിനുള്ള കൊച്ചു അസുഖങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മിക്ക ആൾക്കാർക്കുമുള്ള ഒരു വലിയ സംശയമായിരിക്കും എന്തുകൊണ്ട് നമ്മുടെ ബേഡ് മുട്ടയിടുന്നില്ല എന്നുള്ളത്. ബേഡിന് ഹെൽത്ത് ഇല്ലെങ്കിലാണ് ഏറ്റവും അധികം ബേഡ് മുട്ടയിടാത്തതായിട്ട് കാണപ്പെടുന്നത്. നല്ലപോലെ എഗ്ഗ് ഇടണമെങ്കിൽ അതിന് കാൽസ്യം, അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ടതുണ്ട്. കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണവനാക്ക് എന്ന സാധനമാണ് കൊടുക്കുന്നത്. കണവനാക്ക് എല്ലാ അങ്ങാടിക്കടകളിലും ലഭ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുന്ന രീതി കാൽസ്യത്തിൻ്റെ കുറവ് നികത്തുകയും അതുവഴി നമ്മുടെ ബേഡ് നന്നായിട്ട് മുട്ടയിടാനും സഹായിക്കും. നന്നായിട്ട് മുട്ടയിടുക മാത്രമല്ല, അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി വിരിച്ചിറക്കേണ്ടതുണ്ട്. അപ്പം ഒരു ബേഡിന് അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി നോക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ അതിന് നല്ല ഹെൽത്തായിട്ടുള്ള ഫുഡുകൾ കൊടുക്കണം. ഫുഡിന് ഒരിക്കലും ഒരു പരിമിതി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇടവരുത്തരുത്. ആവശ്യത്തിന് തിനയും അതുപോലെ തന്നെ തുളസി ഇല, ഞവരയില, അങ്ങനെയുള്ള ഇലകൾ ധാരാളമായിട്ട് കൊടുക്കുക. നല്ല തെളിഞ്ഞ വെള്ളം വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫുഡിലും വെള്ളത്തിലൊക്കെ വളരെയധികം കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് എൻ്റെ തിനപ്പാത്രം. ഞാനത് എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെ ലവ് ബേഡ്സുകൾ ഏത് ബേഡായാലും അത് കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ വെള്ളം വെക്കുന്ന പാത്രമാണ്. ഞാൻ ഇതെന്നും ക്ലീൻ ചെയ്യുന്നതാണ്, 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതിന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 2-3 ദിവസം വെച്ചാൽ തന്നെ ഈ കോലത്തിലാവും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് ഒരു ബേഡിനും വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും, എന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുക. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഞവരയില, ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബേഡുകൾക്ക്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ക്ലീൻ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ കഴിവതും നമ്മളിങ്ങനെയുള്ള പെറ്റ് സേവർ പോലുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും കൊച്ചു പനിയോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറി പോകാനായിട്ട് സാധിക്കും. നമ്മളെന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ബേഡുകൾക്ക് വരാതെ നോക്കുന്നതാണ്. പിന്നെ നമ്മുടെ തിനയാണ്. തിനപ്പാത്രം എപ്പോഴും നമ്മൾ അടച്ച് കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒന്നാണ്. അതിൽ ഉറുമ്പ് കയറി നമ്മുടെ തിനയൊക്കെ ഒരുപാട് ലോസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണവനാക്ക്, നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ കണവനാക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ളത് ഇത് കണവനാക്കാണ്, എല്ലാ അങ്ങാടിക്കടകളിലും ലഭിക്കുന്ന ഒന്നാണ്. ബേഡുകൾക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്നത് ഒന്നും കൂടിയാണ്. കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഇതിലും വലിയ മാർഗ്ഗം മറ്റൊന്നുമില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേഡുകൾ, നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ എൻ്റെ എല്ലാ ബേഡുകളും മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കണവനാക്ക് പോലുള്ളവ കൊടുത്ത് അതിൻ്റെ കാൽസ്യമൊക്കെ തിരിച്ച് കിട്ടിയിട്ടാണ് അത് മുട്ടയിടുന്നത്. നിങ്ങൾ ഓർക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേഡ് മാത്രമായിരിക്കും മുട്ടയിടുക. അതിന് ബോഡി വീക്കായിട്ടുള്ള ഒരു ബേഡും മുട്ടയിടാറില്ല. അപ്പം നമ്മുടെ ബേഡിൻ്റെ ഹെൽത്ത് നമ്മുടെ കൈകളിലാണുള്ളത്. അപ്പം ഇതുപോലുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഫുഡുകൾ അതിന് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ല, നമ്മുടെ ബേഡ് അത് ഫീഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഞാൻ ഇത് എന്നും കൊടുക്കുന്നതുകൊണ്ടാണ്, പലപ്പോഴും കൊടുക്കാറുള്ളത് കൊണ്ട് ഇതിന് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ വളരെയധികം പരിഹരിക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ എത്രയും പൊടിച്ചിട്ട് കൊടുക്കാമോ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്, ഇല്ലെങ്കിൽ ഒന്നും കൂടി പൊടിക്കും. നല്ലതായിട്ട് പൊടിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉറുമ്പുകൾക്ക് ഉള്ളൊരു റെമഡിയാണ്. ഉറുമ്പുകൾ വളരെയധികം ശല്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് പെറ്റ് സേവർ, നമ്മളെല്ലാ പെറ്റ് ഷോപ്പുകളിലും ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് വളരെ നന്നായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉറുമ്പുകൾ വളരെയധികം ശല്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ എഗ്ഗ് ഇട്ടിരിക്കുന്ന കൂടുകളിൽ, കുടങ്ങളിലൊക്കെ ആ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് കയറി അതിനെ അരിച്ച് അതിനെ കൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിന എടുത്തുകൊണ്ട് പോകാറുണ്ട് കൂടുകളിൽ നിന്ന്. അതിൽ കിളികളെ കടിച്ച് കൊല്ലാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ കൂടുകളിലെയൊക്കെ കാലുകളിൽ കൂട് എവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു അവിടെയൊക്കെ
നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം നമ്മൾ ലവ് ബേർഡുകളെ വളരെ നന്നായിട്ട് നോക്കേണ്ടതും കൂടിയാണ്. നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. എപ്പോഴും വാഹനങ്ങൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഹോണടി അങ്ങനെയുള്ളത് അമിതമായിട്ടുള്ള ശബ്ദം ബേഡ്സിനെ ഒട്ടും നന്നായിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് എഗ്ഗ് ഇട്ടിരിക്കുന്ന ബേഡുകൾക്ക് അത് നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്പ്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ.